2019 പുറത്തിറങ്ങിയ ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ് എന്ന സിനിമ ചിവറ്റൽ എച്ചിയോഫോറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. വില്യം കംക്വാബയും ബ്രയാൻ മില്ലറും ചേർന്ന് രചിച്ച അതേ പേരിലുള്ള പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ. ആഫ്രിക്കയിലെ മലയാവിയിലെ ഒരു ഗ്രാമത്തിലെ കർഷക കുടുംബത്തിൽ ജനിച്ച 13-കാരനായ വില്യം കംക്വാബന്റെ ജീവചരിത്രമാണ് സിനിമയുടെ പ്രമേയം. മലയാവിയിലെ ഒരു ചെറിയ ഗ്രാമം കനത്ത വരൾച്ചയാൽ ദുരിതത്തിലാകുകയാണ്. ഗ്രാമവാസികൾ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിതം നയിക്കുന്നത്. എന്നാൽ കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലം കൃഷിക്ക് ആവശ്യമായ മഴ ലഭിക്കാതാകുകയും വിളവെടുപ്പ് പരാജയപ്പെടുകയും ചെയ്യുന്നു. ഇതുമൂലം ഗ്രാമത്തിൽ ഭക്ഷ്യക്ഷാമം ശക്തമാകുകയും ആളുകൾ പട്ടിണിയിലൂടെ മരണമടയുകയും ചെയ്യുന്നു. വില്യം കംക്വാബ തന്റെ വിദ്യാഭ്യാസം തുടരാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും കുടുംബത്തിന് സ്കൂൾ ഫീസ് നൽകാൻ കഴിയാത്തതിനാൽ അവൻ പഠനം നിർത്തേണ്ടി വരുന്നു. എന്നിരുന്നാലും വില്യം തന്റെ അറിവ് സമ്പുഷ്ടമാക്കാൻ ഗ്രാമത്തിലെ ചെറിയ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുന്നു. അവിടെയാണ് അവൻ കാറ്റിന്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ പുസ്തകം കണ്ടെത്തുന്നത്. കാറ്റിന്റെ ശക്തി ഉപയോഗിച്ചാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ജലപ്പമ്പ് പ്രവർത്തിപ്പിച്ച് കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കാനുമാവും. അവൻ ഒരു പഴയ സൈക്കിൾ, റേഡിയോയുടെ ഭാഗങ്ങൾ, മറ്റു ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഒരു കാറ്റാടി നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. പിതാവിനും ഗ്രാമവാസികൾക്കും വില്യത്തിന്റെ ആശയം അജ്ഞാതവും അസാധ്യവുമാണെന്ന് തോന്നുന്നു. അവന്റെ ശ്രമങ്ങളെ അവഹേളിക്കുകയും അവൻ പരാജയപ്പെടുമെന്ന് കരുതുകയും ചെയ്യുന്നു. എന്നാൽ വില്യം അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. തന്റെ ശാസ്ത്രീയ അറിവും പ്രായോഗിക ബുദ്ധിയും ഉപയോഗിച്ച് കാറ്റാടി നിർമ്മിച്ച് വിജയിക്കുന്നതുവരെ അവൻ പരിശ്രമിക്കുന്നു. അവസാനം കാറ്റാടി വിജയകരമായി പ്രവർത്തിക്കുന്നു.